അന്ന് നിന്നോട് ഞാൻ പറഞ്ഞപ്പോ നീ തമാശയാണെന്നാണോ വിചാരിച്ചേ? പ്ലീസ് അവനെ വിട്ടേക്ക്. വിടാം, പക്ഷേ ഇവനെ ഈ നാട്ടിൽ കാണരുത്, ഈ രാജ്യത്ത് പോലും കാണരുത്, കേട്ടല്ലോ? ഞാൻ ഒരിടത്തേക്കും പോകൂല. അവളുള്ള സ്ഥലത്ത് ഞാനും ഉണ്ടാവും. പ്ലീസ് നീ ഒന്നും മിണ്ടണ്ട. നിനക്ക് എന്ന വാക്ക് ഞാൻ പാലിക്കും. ഇനി നിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. പ്ലീസ്. ഇനി ഇവൻ ചാവണോ വേണ്ടതെന്ന് നിനക്ക് തീരുമാനിക്കാം. ചെന്നൈക്ക് പോകാൻ തയ്യാറായിക്കോ. ഞാൻ കരുതി വിളിക്കുമ്പോ തന്നെ വരാനൊരു മടിയുണ്ടാവും. മോളിക്ക് വന്നേ. ഉമ്മ. എന്റെ കൊച്ചുമോള് വന്നല്ലോ. ഇങ്ങോട്ട് വരുന്ന വഴിയൊക്കെ എന്ത് ഭംഗിയാ. എനിക്ക് ഇവിടെ എല്ലാം ഇഷ്ടപ്പെട്ടു. അമ്മക്ക് ഇഷ്ടപ്പെട്ടില്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളെ. അതിന്റെ ഉത്തരം ഞാൻ പറയാം. അച്ഛന്റെ ഇഷ്ടമാണ് അമ്മയുടെ ഇഷ്ടം. ആ, അതെനിക്ക് എപ്പോഴും അങ്ങനെ തന്നെ. അമ്മേ, അച്ഛനൊന്നും വരില്ല അല്ലേ? നമുക്കൊരു ദിവസം അച്ഛനെയും കൂട്ടി വരാം മോളെ. അതെ, മുത്തച്ഛനും മുത്തശ്ശിയും പറയുന്നത് നമ്മൾ ഇന്നിവിടെ താമസിക്കണം. എന്നാ നമുക്ക് ഇവിടെ നിക്കാം. പക്ഷേ മോള് പറയണം നമുക്കിന്ന് തിരിച്ചു പോണെന്ന്. കാരണം അച്ഛന് വിഷമാവൂലേ? അത് ശരി, മോളെ ബ്രെയിൻ വാഷ് ചെയ്യുന്നു. ഞങ്ങൾ പറയാനുള്ളതിന്റെ മാക്സിമം പറഞ്ഞു. ഇനിയും പോണെന്നാണെങ്കിൽ പൊക്കോ. ആരാ മോളെ? രവിയേട്ടനാ അമ്മേ. ആക്ച്വലി ഞാൻ രവിയേട്ടനെ അങ്ങോട്ട് വിളിച്ച് കാര്യങ്ങളെല്ലാം പറയണമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷെ നീ പേടിക്കണ്ട, ഇവിടെയാണെന്ന് പറഞ്ഞോളൂ. അതെ, കുഴപ്പമില്ല മോളെ. അല്ലെങ്കിൽ അച്ഛൻ പറയാം. ഷോ കട്ടായി. ഞാനിവിടെ നിറഞ്ഞ രവിയേട്ടനെ ഫീൽ ചെയ്യും. ആവട്ടേന്നേ, ഇടയ്ക്കൊക്കെ ഒന്ന് ഫീൽ ആവണം. എന്നാലും ഇങ്ങനെയുള്ള ആൾക്കാർ പഠിക്കും. എടുത്തിട്ട് ഫ്ലാറ്റിലുണ്ടെന്ന് പറ. ഹലോ രവിയേട്ടാ, മീറ്റിംഗ് കഴിഞ്ഞോ? മീറ്റിംഗ് കഴിഞ്ഞിട്ടില്ല. നീ എവിടെയാ? ഞാനിവിടെ ഫ്ലാറ്റില്. ഏത് ഫ്ലാറ്റില്? എന്താ രവിയേട്ടാ? നമ്മുടെ ചിലവന്നൂർ ഫ്ലാറ്റില്. ഫ്ലാറ്റിൽ എവിടെ? ഞാൻ ഇവിടെ ഹോളിലുണ്ടല്ലോ. എന്ത് പറ്റി രവിയേട്ടാ? നിന്റെ ശബ്ദത്തിന് എന്താ ഒരു പതർച്ച പോലെ? ഏയ്, അങ്ങനൊന്നുമില്ല. രവിയേട്ടന് തോന്നുന്നതാ. മോളെടുത്തുണ്ടോ? ആ, മോളുണ്ടല്ലോ. കൊടുത്തേ. ഹലോ അച്ഛാ. മോളെ നിങ്ങളെവിടെ നിൽക്കുക? ഞാൻ ഹാളിലാ. അതെ അച്ഛാ, നാളെ എപ്പോഴാ വരുന്നേ? ഒന്നും പറയാറായിട്ടില്ല. ഒന്നും പറയാറായിട്ടില്ല. ഇപ്പോഴാ നീ എൻ്റെ അനന്തരവളായത്. എത്ര ഭംഗിയായിട്ടാ നീ കള്ളം പറയുന്നത്. ഞാൻ കള്ളം പറഞ്ഞില്ലല്ലോ. നമ്മള് ഹാളിൽ തന്നെയല്ലേ? എന്താടാ? ഞാൻ ഈ ഫ്ലാറ്റിൽ നിന്ന് ചാടി ചത്താലോ എന്ന് ആലോചിക്കടാ. ഓ, ആ റിപ്പോർട്ട് ഒന്ന് ഫൈനലാക്കിയിട്ട് ചാടണേ. രവി, ഇന്നിവിടെ അന്വേഷണം ഉണ്ടായിട്ടില്ല. നീ നാളെ എങ്ങനെയെങ്കിലും ഓഫീസിൽ എത്തിയേ പറ്റൂ. എന്തോന്ന് ഓഫീസ്? ഇവിടെ ജീവിതം കൈവിട്ട് നിൽക്കുക. നീ കാരണം എന്റെയും. എടാ, എന്റെ മോളെ അവള് കള്ളം പറയാൻ പഠിപ്പിച്ച ബാല. അവളെന്നെ ചതിച്ചൊന്ന് വ്യക്തമായി ബാല. ആ, ഞാൻ അങ്ങോട്ട് വരാം. എന്തിന്? ആശ്വസിപ്പിക്കാൻ. എന്തിന്? വേണ്ടേ? എല്ലാരോടുമായിട്ട് ഒരു കാര്യം അങ്ങ് പറയാം. നാളെ നമുക്കെല്ലാവർക്കും കൂടി മോടെ ഫ്ലാറ്റിലേക്ക് അങ്ങ് പോയാലോ? അത് കൊള്ളാം. പക്ഷെ രവി ഇങ്ങോട്ട് വരുന്നതല്ലേ എന്റെ മര്യാദ. ഇതും മര്യാദ തന്നെ. നാളെ നമ്മൾ അങ്ങോട്ട് പോകുന്നു, രവിയെ കാണുന്നു, ബിന്ദുവിനെ നമ്മളായിട്ട് നിർബന്ധിച്ച് വിളിച്ചതാണെന്ന് പറയുന്നു. ഇവിടുന്ന് എല്ലാവരും കൂടെ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഏട്ടന് ഭയങ്കര സന്തോഷമാവും.
ഒന്ന് പിടിയിടും. അങ്ങോട്ട് പോകും അവിടെ കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. ഗുഡ് മോർണിംഗ് മാഡം. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. രവിയെ വിളിച്ചിട്ട് കിട്ടിയില്ലേ മോളെ? ഇല്ല അച്ഛാ. ഓഹ്, എന്തൊരു ചൂടാ ഇവിടെ. ഭദ്ര, ബാഗൊക്കെ എടുത്തോണേ. എന്റെ ഗുളിക എടുത്തിട്ടുണ്ടല്ലോ. ആ എന്താ ബിന്ദു? രവിയേട്ടൻ ഇന്നലെ തിരുവനന്തപുരത്തേക്ക് പോയത് ബാലേട്ടനോട് പറഞ്ഞിരുന്നോ? അങ്ങനെന്തോ പറയുന്നതായിട്ട് എനിക്ക് തോന്നി. എന്തു പറ്റി? അതെ, എന്റെ അനിയൻ ഭദ്രൻ ഇന്നലെ വിളിച്ചിരുന്നു. അച്ഛന് നല്ല സുഖമില്ലെന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് വീട് വരെ പോയി. രവിയേട്ടനോട് പറഞ്ഞ ദേഷ്യപ്പെടൂല്ലോ, അതുകൊണ്ട് ഏട്ടൻ ഇന്നലെ വിളിച്ചപ്പോ എനിക്കൊന്ന് കള്ളം പറയേണ്ടി വന്നു. ഇന്ന് രാവിലെ മുതലാണെങ്കിൽ ചേട്ടനെ വിളിച്ചിട്ടൊട്ട് കിട്ടുന്നുമില്ല. ഇന്നലെ ബിന്ദു വീട്ടിൽ പോയതാണോ? വീട്ടിൽ പോയതാ. എന്തു പറ്റി ബാലേട്ട? അല്ല, ബിന്ദുവും രവിയും വീടോട്ട് അത്ര രസത്തിലല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. അതാ പ്രശ്നം. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ അച്ഛൻ ഒരേ നിർബന്ധം, കൂടെ വരണം, രവിയേട്ടനെ കാണണം, സംസാരിക്കണം എന്നൊക്കെ. അങ്ങനെ ഞങ്ങളെല്ലാരും കൂടെ ഫ്ലാറ്റിലേക്ക് വന്നേക്കുവാ. നിങ്ങൾ എവിടേക്കാ? ഇപ്പൊ ഇവിടെ ഫ്ലാറ്റിലെത്താറായി. ഇത് പറയാൻ വേണ്ടി രവിയേട്ടനെ വിളിച്ചിട്ടാണെങ്കിൽ ആളെ കിട്ടുന്നുമില്ല. ഞാനൊന്ന് രവിയെ വിളിച്ചോട്ടെ, എന്നിട്ട് വിളിക്കാം. ഓക്കെ, ശരി. എല്ലാം പോയി. ദൈവമേ. ഫ്ലാറ്റൊക്കെ ഇഷ്ടമായി അച്ഛാ? കൊള്ളാം കൊള്ളാം കൊള്ളാം. ഹലോ സാർ, എവിടെ പോണു? എങ്ങോട്ട് പോന്നു മോളെ? അത് ആശുപത്രി പോയിട്ട് ഇവളുടെ കാലിലെ പ്ലാസ്റ്റർ ഒന്ന് കട്ട് ചെയ്യണം. പിന്നെ ചെന്നൈക്ക് പോയിട്ടും കുറച്ചായി. വാ മോളെ. അയ്യോ അയ്യോ.